ഓൾറെഡി ലേറ്റായി. ഓടിപ്പോകാം നമുക്ക്. അത് ശരിയാ, വരൂ നമുക്ക് പോകാം. ചേച്ചി, നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ ജനുവരി 8-ാം തീയതിയുള്ള ഒരു വിശുദ്ധനെ കുറിച്ചാണ് നോക്കുന്നത്. വിശുദ്ധ ക്ലൗദിയൂസ് അപ്പോളിനാരിസ്. ഫ്രീജിയയിൽ ഹിയറാപോലിസിലെ മെത്രാനായിരുന്നു ക്ലൗദിയൂസ് അപ്പോളിനാരിസ്. അദ്ദേഹത്തിന്റെ ജനനവും മരണവും എന്നായിരുന്നുവെന്ന് നമുക്ക് വിവരമൊന്നും ഇല്ല. എന്നാൽ അദ്ദേഹം 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. AD 161 മുതൽ 180 വരെ റോമൻ ചക്രവർത്തി ആയിരുന്ന മാർക്കസ് ഔറേലിയന്റെ ഭരണകാലത്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. മാർക്സ് അഭ്യസ്തവിദ്യനായ ഒരു തത്വശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ മനനങ്ങൾ എന്ന പുസ്തകം ഇന്നും പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ അപ്പോളിനാരിസും വേദവിദ്യാവിശാരദനായിരുന്നു. അക്കാലത്തെ പാഷാണ്ഡതകൾക്കെതിരെ പല വിലപ്പെട്ട ഗ്രന്ഥങ്ങളും അപ്പോളിനാരിസ് രചിച്ചിട്ടുണ്ടെന്നാണ് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ ഭിന്ന വിശ്വാസവും ഏത് തത്വസംഹിതയിൽ നിന്ന് വരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ച് പ്രബോധനം നടത്തിയിട്ടുണ്ട്. ആ പ്രബോധനങ്ങൾ അന്ന് വരെ പ്രസിദ്ധങ്ങളായിരുന്നു. മാർക്കസ് ഔറേലിയൻ ചക്രവർത്തിക്ക് അദ്ദേഹം സമർപ്പിച്ച ക്രിസ്തു മതത്തിന് ഒരു ക്ഷമാർപ്പണമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥം. ക്രൈസ്തവർ അന്ധവിശ്വാസികളാണെന്ന് മാർക്കസ് ഔറേലിയസ് വിശ്വസിച്ചിരുന്നു. അക്കാലത്ത് ടൈബർ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിനും ഭൂമികുലുക്കത്തിനും പകർച്ചവ്യാധികൾക്കും ഉത്തരവാദികൾ ക്രിസ്ത്യാനികളാണെന്ന് അദ്ദേഹം പറഞ്ഞു പരത്തിയിരുന്നു. എന്നാൽ കോടികളുമായി ഉണ്ടായ ഒരു യുദ്ധത്തിൽ ചക്രവർത്തിയുടെ സൈന്യം വൻപിച്ച ഒരു വിജയം നേടുകയുണ്ടായി. യുദ്ധത്തിൽ ചക്രവർത്തിയുടെ സൈന്യത്തെ കോടികൾ വളഞ്ഞു. അതോടൊപ്പം കഠിനമായ ജലക്ഷാമവും ഉണ്ടായി. ഭടന്മാരിൽ ഒത്തിരിയേറെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവർ മുട്ടിന്മേൽ വീണ് മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഉടൻ ആകാശം കാർമേഘങ്ങളാൽ ഇരുണ്ടുമൂടി ശക്തമായ മഴ വർഷിച്ചു. മഴയിൽ ദാഹം തീർത്ത സൈന്യങ്ങൾ ശക്തമായി തിരിച്ചടിച്ചു. ചക്രവർത്തിയുടെ സൈന്യം ശത്രുപക്ഷത്തെ നിശേഷം തോൽപ്പിച്ചു. ഈ യുദ്ധത്തിന് ശേഷം ചക്രവർത്തി ക്രിസ്ത്യാനികളോടുള്ള മനോഭാവത്തിൽ മയപ്പെട്ടു. ക്രിസ്ത്യാനികളെ മതവിശ്വാസത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് ചക്രവർത്തി വിളംബരം ചെയ്തുവെങ്കിലും മതപീഡനം പിൻവലിച്ചില്ല. ഒരിക്കൽ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് പിൻവലിച്ചുകൂടാ എന്നായിരുന്നു അന്നത്തെ റോമൻ തത്വം. അപ്പോളിനാരിസ് ക്രിസ്ത്യാനികളുടെ ക്ഷമാർപ്പണം വഴി മതപീഡനം പിൻവലിക്കാൻ ചക്രവർത്തിയോട് അഭ്യർത്ഥിച്ചിരുന്നു. എങ്കിലും മതപീഡനത്തിൽ അനേകർ മരിച്ചു. അതോടൊപ്പം പീഡകരും വധിക്കപ്പെട്ടിരുന്നു. രോഗിയായിരുന്ന പൊന്തിന്യൂസ് മെത്രാനെ മർദ്ദിച്ച് അവശനാക്കി കാരാഗൃഹത്തിൽ തള്ളി. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് അവിടെ കിടന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ 90-ാമത്തെ വയസ്സിലായിരുന്നു മർദ്ദനവും മരണവും. മർദ്ദകർ ക്രിസ്ത്യാനികളെ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു. ശവശരീരങ്ങൾ കത്തിച്ച് ചാരം നദികളിൽ ഒഴുക്കി. ചിലരെ ഖനികളിൽ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ചു. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ ബലിയർപ്പണത്തിന് ക്രിസ്ത്യാനികൾ സഹകരിച്ചില്ലെന്നായിരുന്നു മതപീഡനത്തിന്റെ ഒരു പ്രധാന കാരണം. ക്രിസ്തീയ വിശ്വാസത്തെ സംരക്ഷിക്കാനും ക്രിസ്ത്യാനികളെ മരണത്തിൽ നിന്ന് നിർബന്ധിത ജോലിയിൽ നിന്നും സംരക്ഷിക്കാനും അപ്പോളിനാരിസ് ചെയ്ത പരിശ്രമങ്ങൾ അതുല്യമാണ്. തിരുസഭയോട് അദ്ദേഹത്തിന്റെ സ്നേഹം നമുക്ക് മാതൃകയാകട്ടെ. വിചിന്തനം: ഞാൻ എൻ്റെ ദൈവവിളിയെ ശരിയായി അനുവർത്തിക്കാതിരുന്നാൽ ദൈവനീതി എനിക്ക് എതിരായി തീരും. വിശുദ്ധ ജോൺ ബ്രെട്ടോ. എല്ലാവർക്കും എന്റെ ചേച്ചി പറഞ്ഞ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊന്നും ആരും മറക്കരുതേ കൂട്ടുകാരെ. അതെ, ആരും മറക്കരുത് കേട്ടോ, ഒരിക്കലും. അപ്പോൾ ചേച്ചിയുടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ